Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്നാൽ നമ്മൾ പൊതുവെ പഠിക്കാറുള്ള ടോപ്പിക്കിൽ നിന്ന് സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായാണ്. പൊതുവെ നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിക്കാറുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ സിലബസിലുള്ള +2 അതോടൊപ്പം തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള സിലബസിലുള്ള നാഷണൽ അവാർഡുകൾ, ഇന്റർനാഷണൽ അവാർഡുകൾ, സ്പോർട്സ്, ഇങ്ങനെ ഒരു സിലബസ് നമ്മുടെ ഭാഗത്ത് എടുക്കുന്നുണ്ടല്ലോ. നാഷണൽ അവാർഡുകളും ഇന്റർനാഷണൽ അവാർഡുകളും സ്പോർട്സും. അപ്പോൾ അതിലെ നാഷണൽ അവാർഡുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ അവാർഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവാർഡ് എന്ന് പറഞ്ഞാൽ ജ്ഞാനപീഠം അവാർഡാണ്. ഓർത്തിക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം അവാർഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അവാർഡ് ആരംഭിച്ചതെന്നാണ്, എത്ര ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്, ആദ്യമായി കിട്ടിയ വ്യക്തിയാണ്, തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം അവാർഡാണ്. ഓർത്തിക്കുക, ഈ അവാർഡ് ആരംഭിച്ചത് 1961 അവാർഡ് ആരംഭിക്കുന്നത്, അവാർഡ് ഏർപ്പെടുത്തുന്നത്. പക്ഷെ ഓർത്തിക്കുക, ഈ ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയത് 1944 ഒരു ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിക്കുന്നു. 1944 ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ശാന്തി പ്രസാദ് ജെയിൻ ആണ് ഇത് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത്. 1944 ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ്. 1944 ആരാണ്? ശാന്തി പ്രസാദ് ജെയിൻ ആണ് ഇത് സ്ഥാപിക്കുന്നത്. അതിനുശേഷം അവാർഡ് ഏർപ്പെടുത്തുന്നത് 1961. അപ്പൊ രണ്ടും കൂടി തെറ്റരുത്. ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിക്കുന്ന 1944, ശാന്തി പ്രസാദ് ജെയിൻ ആണ്. അവാർഡ് ഏർപ്പെടുത്തിയ 1961. ഇനി അവാർഡ് നൽകി തുടങ്ങിയതോ അത് 1965. അപ്പൊ ഈ 3 വർഷങ്ങൾ മറക്കാതെ പഠിക്കുക. ജ്ഞാനപീഠം അവാർഡ് ട്രസ്റ്റ് സ്ഥാപിച്ച 1944, ശാന്തി പ്രസാദ് ജെയിൻ. അവാർഡ് ഏർപ്പെടുത്തിയത് 1961, പക്ഷെ അവാർഡ് നൽകി തുടങ്ങിയത് 1965 എന്ന് ഓർത്തിക്കുക. ഇനി അവാർഡ് നൽകുന്ന ആർക്കൊക്കെയാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള 22 ഭാഷകളും പ്ലസ് ഇംഗ്ലീഷ് അറിയാലോ. ഇംഗ്ലീഷ് നമ്മുടെ 8ാം ഷെഡ്യൂളിൽ ഇല്ലാത്ത ഭാഷയാണ്, പക്ഷെ നമ്മുടെ 2ാമത്തെ ഔദ്യോഗിക ഭാഷയാണ്. അപ്പൊ ഇംഗ്ലീഷ് റീസെന്റ്ലിയാണ് കൂടിച്ചേർത്തത്. അപ്പൊ ഭരണഘടന 8ാം ഷെഡ്യൂളിലെ 22 ഔദ്യോഗിക ഭാഷകളും പ്ലസ് ഇംഗ്ലീഷും, ഈ 23 ഭാഷകളിൽ എഴുതുന്ന സാഹിത്യ കൃതികൾക്കാണ് നമ്മൾ എന്ത് നൽകുന്നത്? ഈ ഭാരതീയ ജ്ഞാനപീഠം അവാർഡ് നൽകുന്നത്. 23 ഭാഷകൾ, 22 ഔദ്യോഗിക ഭാഷകളും പ്ലസ് ഇംഗ്ലീഷ്, ഈ 23 ഭാഷകൾ എഴുതുന്ന സാഹിത്യ കൃതികൾക്കാണ് നമ്മൾ ജ്ഞാനപീഠം അവാർഡ് നൽകുന്നത്. ഇനി അവാർഡ് തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമയും. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ ഒരു വെങ്കല പ്രതിമയും പ്രശസ്തി പത്രമാണ് അവാർഡ് തുക എന്നുള്ള കാര്യങ്ങൾ ഓർത്തുക. ക്ലിയർ ആയില്ലോ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓർത്തുക, 44 എന്താണ് അവാർഡ് നൽകുന്ന ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിച്ചു ശാന്തി പ്രസാദ് ജെയിൻ. 61 അവാർഡ് ഏർപ്പെടുത്തി, 65 അവാർഡ് നൽകി തുടങ്ങി. അവാർഡ് നൽകുന്നത് 23 ഭാഷകൾക്ക്. 8ാം ഷെഡ്യൂളിലുള്ള ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലെ 22 ഭാഷകൾക്കും പ്ലസ് ഇംഗ്ലീഷിനും ഉൾപ്പെടെ 23 ഭാഷകളിൽ എഴുതുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്. അവാർഡ് തുക എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞത്? 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമയാണ് അവാർഡ് നൽകുന്നത്. ഇനി അവാർഡ് ഏറ്റവും കൂടുതൽ ലഭിച്ചത്, ഈ അവാർഡ് ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠം അവാർഡ് ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണെന്ന് ചോദിച്ചാൽ ഹിന്ദി ഭാഷയ്ക്കാണ്. 11 തവണയാണ് ഹിന്ദി ഭാഷയ്ക്ക് അവാർഡ് ലഭിച്ചത്. ഈ അവാർഡ് ജ്ഞാനപീഠം അവാർഡ് ആദ്യമായി ലഭിച്ചതാ? ജ്ഞാനപീഠം അവാർഡ് ആദ്യമായി ലഭിച്ചത് മലയാളിക്കാണ്. 1965 ആരംഭിച്ചെന്ന് പറഞ്ഞല്ലോ. 65 ആദ്യത്തെ അവാർഡ് കിട്ടിയത് ജി ശങ്കരക്കുറുപ്പിന്, അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. മറക്കണ്ട, ജ്ഞാനപീഠം അവാർഡ് ആരംഭിച്ചത് 1965. അത് ആദ്യമായി ലഭിക്കുന്നത് മലയാളിക്കാണ്. 1965 ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന അവാർഡിനാണ്, കൃതിക്കാണ് ആദ്യമായി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്ന മലയാളികൾ എത്രയുണ്ട് നമുക്ക് നോക്കാം. ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്ന മലയാളികൾ എത്ര ആളാണ്? 65 ശങ്കരക്കുറുപ്പിന് കിട്ടുന്നു അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ. അത് കഴിഞ്ഞാൽ പിന്നെ 1980 എസ്.കെ. പൊറ്റക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥ, എസ്.കെ. പൊറ്റക്കാരൻ ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് 1980 എസ്.കെ. പൊറ്റക്കാരന് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 84 തകഴിക്ക് സമഗ്ര സംഭാവനയ്ക്ക്, തകഴി ശങ്കരക്കുറുപ്പിന് അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കാണ് 84 കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 1995 95 എം.ടി. വാസുദേവൻ നായർക്കും സമഗ്ര സംഭാവനയ്ക്കാണ്. പിന്നീട് 2007 ആർക്ക് കിട്ടുന്നു? ONV കുറുപ്പിന് കിട്ടുന്നു. അത് കഴിഞ്ഞാൽ 2019 അക്കിത്തം അച്യുത നമ്പൂതിരിക്കും കിട്ടുന്നു. അപ്പൊ ടോട്ടലി 6 മലയാളികളാണ്. ആരൊക്കെ പറഞ്ഞത്? 65 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ, അത് കഴിഞ്ഞാൽ 80 എസ്.കെ. പൊറ്റക്കാരൻ ഒരു ദേശത്തിന്റെ കഥ, 84 തകഴി, അത് കഴിഞ്ഞാൽ 95 എം.ടി. വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ 2 ആളുകൾ ആരൊക്കെ? ജി ശങ്കരക്കുറുപ്പും എസ്.കെ. പൊറ്റക്കാടും. 2 ആളുകൾക്ക് മാത്രം അവരുടെ കൃതികൾക്ക്, ബാക്കി 4 ആളുകൾക്കും അവിടെ എന്താണ് കിട്ടുന്നത്? അവിടെ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ജ്ഞാനപീഠം അവിടെ ആദ്യമായി കിട്ടിയത് മലയാളിയാണ്. അതോടൊപ്പം 6 മലയാളികൾ കിട്ടിയിട്ടുണ്ട്. 6 മലയാളികളുടെ വർഷങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയിരിക്കുമല്ലോ? ഇനി ജ്ഞാനപീഠം അവാർഡ് ആദ്യമായി ലഭിച്ച വനിത ആരാണെന്ന് നോക്കാം. ജ്ഞാനപീഠം അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത്
1976 ബംഗാളി സാഹിത്യകാരിയായ ആശാ പൂർണ്ണദേവിക്കാണ് കിട്ടുന്നത്. ആശാ പൂർണ്ണദേവി. അപ്പൊ അതാണ് ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്ന ആദ്യത്തെ വനിത വെച്ചുള്ളത് ആശാ പൂർണ്ണദേവി 1976. അതിൽ നിന്ന് വർഷം ഇമ്പോർട്ടൻ്റ് അല്ല, ആദ്യത്തെ ഇതായതുകൊണ്ട് വർഷം പഠിച്ചെന്ന് മാത്രം. ബട്ട് അപ്പോൾ ആദ്യമായിട്ട് ആശാ പൂർണ്ണദേവി. ഇനി എത്ര വനിതകൾ നോക്കാം. ടോട്ടലി 7 വനിതകൾക്കാണ് കിട്ടുന്നത്. ആദ്യമായിട്ട് ആശാ പൂർണ്ണദേവിക്ക് കിട്ടുന്നു. പിന്നീട് പഞ്ചാബി സാഹിത്യകാരിയായ അമൃത പ്രീതത്തിന് കിട്ടുന്നു. അമൃത പ്രീതം പഞ്ചാബി സാഹിത്യകാരി. പിന്നീട് ഹിന്ദി സാഹിത്യകാരിയ മഹാദേവി വർമ്മയ്ക്ക് കിട്ടുന്നു. ഹിന്ദി സാഹിത്യകാരിയ മഹാദേവി വർമ്മയ്ക്ക് കിട്ടുന്നു. പിന്നീട് ഉറുദു സാഹിത്യകാരിയായ ഖുറാത്തുലീൻ ഹൈദർ എന്ന് പറഞ്ഞ ഉറുദു സാഹിത്യകാരിക്കാണ് കിട്ടുന്നത്. അപ്പൊ 4 ആളുകളായില്ലേ. പിന്നീട് നമുക്ക് കിട്ടുന്നത് മഹേശ്വര ദേവി, അതും ബംഗാളി എഴുത്തുകാരിയാണ്. മഹേശ്വര ദേവിക്കാണ് കിട്ടുന്നത്. പിന്നീട് അടുത്തത് കിട്ടുന്നത് ഇന്ദിര ഗോസ്വാമി. നമുക്കറിയാം ആസാമീസ് എഴുത്തുകാരിയായ ഇന്ദിര ഗോസ്വാമിക്കാണ് പിന്നീട് കിട്ടുന്നത്. ഇന്ദിര ഗോസ്വാമി. ദെൻ ഫൈനലി ഒഡിയ സാഹിത്യകാരിയായ പ്രതിഭ റായിക്കാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ 7 വനിതകളാണ്. മറക്കണ്ട, 7 വനിതകൾ. ഒന്നാമത്തെ ആൾ പറഞ്ഞു ആരാണ്? ആശാ പൂർണ്ണദേവി. ആദ്യം ജ്ഞാനപീഠം കിട്ടുന്ന ആദ്യത്തെ വനിത ആശാ പൂർണ്ണദേവി. രണ്ടാമത് അമൃത പ്രീതം എന്ന് പറഞ്ഞു, പഞ്ചാബി എഴുത്തുകാരിയാണ്. അത് കഴിഞ്ഞാൽ ഹിന്ദി സാഹിത്യകാരിയ മഹാദേവി വർമ്മ എന്ന് പറഞ്ഞു. പിന്നീട് ഉറുദു സാഹിത്യകാര ഖുറാത്തുലീൻ ഹൈദർ. പിന്നീട് അതിനുശേഷം ബംഗാളി സാഹിത്യകാരിയാണ് മഹാശ്വത ദേവി എന്ന് പറഞ്ഞ മഹാശ്വത ദേവി. അത് കഴിഞ്ഞാൽ ആസാമീസ് എഴുത്തുകാരിയ ഇന്ദിര ഗോസ്വാമി. അത് കഴിഞ്ഞാൽ ഒഡിയൻ സാഹിത്യകാരിയ അല്ലെങ്കിൽ ഒഡീഷൻ സാഹിത്യകാരിയായ ആരാ പറഞ്ഞത്? പ്രതിഭ റോയ്. ഇങ്ങനെ 7 വനിതകൾക്കാണ് ഇന്ത്യയിൽ എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ ജ്ഞാനപീഠം. അപ്പൊ 6 മലയാളികൾക്കും 7 വനിതകൾക്കാണ് ഇതേവരെ അവാർഡുകൾ കിട്ടിയത്. ഇനി ടോട്ടലി ജ്ഞാനപീഠം അവാർഡ് എത്ര കിട്ടിയിട്ടുണ്ട്? ടോട്ടലി ജ്ഞാനപീഠം അവാർഡ് 62 അവാർഡുകളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ 2022 നമ്മൾ നൽകിയത് 57ാമത് അവാർഡാണ്. എന്താണെന്ന് വെച്ചാൽ ചില വർഷങ്ങളിൽ 2-3 ആളുകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ടോട്ടലി 62 അവാർഡുകൾ നമ്മൾ നൽകി കഴിഞ്ഞു. പക്ഷേ 2022 നമ്മൾ അവസാനമായി നൽകിയത് 57ാമത് ജ്ഞാനപീഠം അവാർഡാണ്. കൊടുത്തത് ഏത് ഭാഷയ്ക്കായിരുന്നു? കൊങ്കിണി ഭാഷയ്ക്കാണ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടൈം കൊങ്കിണി ലാംഗ്വേജ് ഗെറ്റ് ജ്ഞാനപീഠ അവാർഡ്. ജ്ഞാനപീഠ അവാർഡ് ആദ്യമായിട്ടാണ് കൊങ്കിണി ഭാഷയ്ക്ക് കിട്ടുന്നത്. ആർക്കായിരുന്നു കിട്ടിയത്? ദാമോദർ മൗസയ്ക്കാണ് കൊങ്കിണി ഭാഷയ്ക്ക് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ അവാർഡ്. അതാണ് 2022 നമ്മൾ അവസാനമായി നൽകിയത്. മറക്കണ്ട, 2022 57ാമത് ജ്ഞാനപീഠ അവാർഡാണ് ദാമോദർ മൗസോ. കൊങ്കിണി ഭാഷയ്ക്ക് ആദ്യമായി കിട്ടുന്നു. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് കിട്ടിയതായിരിക്കുന്നു അമിതവ് ഘോഷ്. കാരണം ഞാൻ പറഞ്ഞത് 22 ഭാഷകൾക്കായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് കൂട്ടിച്ചേർക്കുന്നത്. ആ അർത്ഥത്തിലാണ് ആദ്യമായി ഇംഗ്ലീഷ് സാഹിത്യത്തിന് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്നത് അമിതവ് ഘോഷിന് 2018. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടൈം ആൻ ആംഗ്ലോ ഇന്ത്യൻ. അദ്ദേഹം ഇന്ത്യക്കാരനല്ല, ആംഗ്ലോ ഇന്ത്യനാണ്. അങ്ങനെ ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ ചോദിച്ചാൽ അത് അമിതവ് ഘോഷാണ്. 2018. അത് തന്നെയാണ് ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നു. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പൊ അതിൽ വളരെ ഭംഗിയായിട്ട് പഠിച്ച് കുറച്ച് കാര്യങ്ങളുള്ളൂ, എന്നാൽ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. മറക്കണ്ട. ജ്ഞാനപീഠം അവാർഡ് ഓർത്തു വയ്ക്കുക. ട്രസ്റ്റ് ആരംഭിച്ചത് ജ്ഞാനപീഠം ട്രസ്റ്റ് ആരംഭിച്ച 1944 സ്ഥാപിച്ചത് ശാന്തി പ്രസാദ് ജെയിനാണ്. അവാർഡ് ഏർപ്പെടുത്തിയത് 61 61 പക്ഷെ അവാർഡ് നൽകി തുടങ്ങിയത് 65 ഓർത്തുക. പിന്നെ അവാർഡ് നൽകുന്നത് ഞാൻ പറഞ്ഞു 22 ഭാഷകളും പ്ലസ് ഇംഗ്ലീഷും. 22 ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ 22 ഭാഷകളും പിന്നെ ഒരു ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. അങ്ങനെ 21 ഭാഷകൾ എഴുതുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്. അവാർഡ് തുക 11 ലക്ഷവും അതോടൊപ്പം തന്നെ പ്രശസ്തി പത്രവും നമ്മുടെ സരസ്വദേവിയുടെ വെങ്കല പ്രതിമ എന്ന് പറഞ്ഞു. ആദ്യമായി അവാർഡ് കിട്ടിയത് മലയാളി ജി ശങ്കരക്കുറുപ്പിനാണെന്ന് 65. അങ്ങനെ ടോട്ടലി 6 മലയാളികളുണ്ട്. 6 മലയാളികളുടെ പേരുകളും അവരുടെ വർഷങ്ങളും പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ 7 വനിതകൾ. ആദ്യത്തെ വനിത ആശാ പൂർണ്ണദേവി. ആ ആശാ പൂർണ്ണദേവി 76. അങ്ങനെ 7 വനിതകൾക്കാണ് ഇതേവരെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അവാർഡ് നൽകിയിട്ടുള്ള ഭാഷ ചോദിച്ചാൽ ഹിന്ദി ഭാഷയ്ക്കാണ്. ഹിന്ദി ഭാഷയ്ക്ക് 11 തവണ അവാർഡ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിന് ആദ്യമായിട്ട് കിട്ടുന്ന നമ്മൾ പറഞ്ഞ അമിതവ് ഘോഷ് 2018. ഇനി അത് നമ്മൾ കന്നഡ ഭാഷയ്ക്ക്, അത് PSC ചോദിച്ചു. കന്നഡ ഭാഷയ്ക്ക് ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് ആർക്കായിരുന്നു? കുവമ്പു എന്നറിയപ്പെടുന്ന കുപ്പളി വെങ്കടപ്പ പുട്ടപ്പ എന്നാണ്. കുപ്പളി വെങ്കടപ്പ പുട്ടപ്പ എന്നറിയപ്പെടുന്ന കുവമ്പുവിനാണ് കന്നഡ ഭാഷയിൽ 1967 കുവമ്പുവിനാണ് കന്നഡ ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത്. നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. കിട്ടിയ അപ്പൊ കന്നഡ ഭാഷയിൽ ആദ്യമായിട്ട് കിട്ടിയത് കുപ്പളി വെങ്കടപ്പ പുട്ടപ്പ എന്ന് പറയുന്നത് കുവമ്പു എന്നാണ് അറിയാം. കുവമ്പു അദ്ദേഹത്തിന് 1967 കിട്ടിയത്. ക്ലിയർ ആയില്ലോ. അപ്പൊ അതും ഓർത്തു വയ്ക്കുക. പിന്നെ 7 വനിതകൾ ഓർത്തിക്കുക. അവസാനമായി 2022 57ാമത്തെ അവാർഡാണ് അത് കിട്ടിയത് ദാമോദർ മൗസോ കൊങ്കിണി ഭാഷ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടൈം കൊങ്കിണി ലാംഗ്വേജ് ഗതി ജ്ഞാനപീഠ അവാർഡ് എന്ന് ഓർത്തിക്കുക. ടോട്ടലി 62 അവാർഡുകൾ ഇതേവരെ നൽകിയിട്ടുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ജ്ഞാനപീഠം അവാർഡുമായി ബന്ധപ്പെട്ട് പഠിക്കണം. വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ, എന്നാൽ വർഷങ്ങളും ആളുകളുടെ പേരുകളും വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അറിവ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.